നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. രാജ്യത്ത് തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെയും നേതാവിൻ്റെയും വിജയത്തിന് പിന്നിൽ അതിഭയങ്കരമായ തെരഞ്ഞെടുപ്പ് അട്ടിമറികളുണ്ട് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. അങ്ങനെ പറഞ്ഞാൽ പോരാ, കേവലം ആരോപണത്തിൽ ഒതുക്കാതെ ഇന്ത്യയെ ആകെ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തുവിടുകയാണ് പ്രതിപക്ഷ നേതാവ്. ഒരു തവണയല്ല, പല തവണ പലയിടങ്ങളിൽ നടന്ന വോട്ടെടുപ്പുകളിൽ ഒരേ രൂപത്തിലുള്ള അട്ടിമറി പദ്ധതികൾ അരങ്ങേറിയതിൻ്റെ വിശദാംശമാണ് രാഹുൽ ഗാന്ധി ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ഏതെങ്കിലും ഏജൻസികളെ വിദഗ്ധമായി പറ്റിച്ച് ആരെങ്കിലും കള്ളവോട്ട് ചെയ്യുന്നതിനെക്കുറിച്ചല്ല പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. മറിച്ച് ഏജൻസികളുടെ എല്ലാം സഹായത്തോടെയോ മൗനാനുവാദത്തോടെയോ ഒരു സംവിധാനമാകെ അട്ടിമറിക്കുന്നതിനെക്കുറിച്ചാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. പക്ഷേ ആരും ഒന്നും മിണ്ടുന്നില്ല. ഇളിഭ്യമായി നിൽക്കുമ്പോഴും രാഹുൽ ഗാന്ധിക്ക് മുൻപ് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന തൊടുന്യായം പറഞ്ഞ് ഊരാൻ നോക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരാതി ഉണ്ടെങ്കിൽ കമ്മീഷന് എഴുതി കൊടുക്കണമെന്നും സുപ്രീം കോടതിയിൽ പോകണമെന്നും ഒക്കെ പറയുന്നു BJPയുടെ ചില നേതാക്കൾ. രാഹുലിന് തോൽവികളുടെ ആഘാതം മാറാത്തതിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് വഷളൻ ചിരിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി. പക്ഷേ ആരും സംസാരിക്കുന്നില്ല ഒരിക്കലും ഇന്ത്യയിൽ വരാത്ത ബ്രസീലിയൻ മോഡൽ എങ്ങനെ 22 സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തു എന്നതിനെക്കുറിച്ച്. She votes 22 times in Haryana. And she votes in 10 different booths in Haryana. And she's got multiple names: Seema, Sweetie, Saraswati, Rashmi, Vimla. Now what's interesting about this, and why I'm opening with this slide is because this happens in 10 booths. തങ്ങളുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ അട്ടിമറികൾ നടന്നുവെന്ന് നാടിന് മുഴുവൻ മനസ്സിലായിട്ടും സ്വന്തം വിശ്വാസ്യത തിരിച്ചുപിടിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിൻ്റെ പുതിയ അധികാരികൾക്കും തോന്നുന്നതേയില്ല. കള്ളത്തരത്തിലൂടെ ജയിച്ചതല്ലേ എന്ന ചോദ്യം പ്രധാനമന്ത്രിക്ക് പോലും ഒരു ജാള്യതയും ഉണ്ടാക്കുന്നില്ല. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? എല്ലാം തീരുമാനിച്ചുറപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. വഴിയിൽ പിടിക്കപ്പെട്ടാലും തിരുത്താനോ തിരിഞ്ഞു നോക്കാനോ ഉദ്ദേശ്യമൊന്നുമില്ല. ഇനിയും തെരഞ്ഞെടുപ്പുകളെ ഇങ്ങനെ തന്നെ നേരിടാനായിരിക്കുമോ പദ്ധതി? അപ്പോൾ നാം ജനം എന്തു ചെയ്യും? ഇതെല്ലാം ഇങ്ങനെയായി കഴിഞ്ഞു, അതൊന്നും ഇനി മാറാനും പോകുന്നില്ല എന്ന് വിചാരിച്ചും വിധിയെ പഴിച്ചും കാലം കഴിക്കേണ്ടവരാണോ നമ്മൾ? 25 lakh vote chori in Haryana. 5 categories: duplicate voters 5,21,000, invalid addresses 93,000, bulk voters 19 lakhs, and notice that we've left those two empty: misuse of Form 6 and Form 7. ഇന്ത്യയുടെ ജനാധിപത്യം കൊല്ലപ്പെട്ടു, ഹരിയാനയിൽ 25 ലക്ഷം വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി പുതിയ രാഷ്ട്രീയ ബോംബ് കഴിഞ്ഞ ദിവസം പൊട്ടിച്ചത്. ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ 1ാം ഘട്ടത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് കഴിഞ്ഞ വർഷം നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തട്ടിപ്പുകൾ ഓരോന്നായി രാഹുൽ ഗാന്ധി വലിച്ച് പുറത്തിട്ട് ജനത്തെ കാണിച്ചു. ഭരണ പാർട്ടിയായ BJPയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒരുപോലെ ചോദ്യമുനയിൽ നിർത്തിയ ആ വാർത്താ സമ്മേളനത്തിലെ ഓരോ വിവരവും ജനാധിപത്യ വിശ്വാസികളായ സകലരെയും ഞെട്ടിച്ചു. കാരണം ഈ വെളിപ്പെടുത്തലുകൾ വെറും ആരോപണങ്ങളായിരുന്നില്ല. അവ ഡാറ്റയും വീഡിയോകളും വോട്ടർമാരുടെ സാക്ഷ്യങ്ങളുമൊക്കെ ചേർത്തുവെച്ച് അതിനാൽ പിന്തുണയ്ക്കപ്പെട്ട ജനാധിപത്യത്തിൻ്റെ അടിത്തറയെ ചോദ്യം ചെയ്യുന്ന ഒരു ഹൈഡ്രജൻ ബോംബ് തന്നെയായിരുന്നു. രാഹുൽ ഗാന്ധി സംഗ്രഹിച്ചതുപോലെ ഹരിയാനയിലെ വോട്ടർ റോളുകളിൽ 8ൽ ഒരാൾ ഫേക്കാണ് എന്ന സംശയം ഏറി വരുന്നു. 2024 നവംബറിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് 25,41,144 വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടുവെന്ന ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഉയർത്തിയത്. ഇതിൽ 5,21,619 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുണ്ട്. 93,174 വ്യാജ വിലാസക്കാരുണ്ട്. 19 ലക്ഷത്തിലധികം ബൾക്ക് വോട്ടർമാരെയും കണ്ടെത്തി ജനങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നു രാഹുൽ ഗാന്ധി.
പുതിയ വോട്ടർമാരെ ചേർക്കാനുള്ള ഫോം 6-ഉം ആളുകളെ നീക്കം ചെയ്യാനുള്ള ഫോം 7-ഉം വ്യാപകമായി ദുരുപയോഗിച്ചുവെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടി. ഇൻ്റർനെറ്റിൽ നിന്ന് ആർക്കും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ഒരു സ്റ്റോക്ക് ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുലിൻ്റെ തുടക്കം. ഒരു ബ്രസീലിയൻ യുവതിയുടെ ആ ചിത്രം ഉപയോഗിച്ച് ഹരിയാനയിലെ റായ് മണ്ഡലത്തിൽ 22 പേരാണ് വോട്ട് ചെയ്തത്. പല പേരുകളിൽ പല വിലാസങ്ങളിലായിരുന്നു അവരുടെ ചിത്രം ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ പേരുകൾ ചേർത്തത്. സീമ, സ്വീറ്റി, സരസ്വതി, വിമല എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. പക്ഷേ ഒരിടത്തും പിടിക്കപ്പെട്ടില്ല. ആരാലും ചോദ്യം ചെയ്യപ്പെട്ടില്ല, തടയപ്പെട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഇതൊന്നും തടയാനും കണ്ടുപിടിക്കാനും സംവിധാനമൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, അവയൊന്നും ഉപയോഗിക്കേണ്ടതില്ല എന്ന് ഏതോ കേന്ദ്രം തീരുമാനിച്ചതുകൊണ്ടായിരിക്കുമല്ലോ അത്. കാരണം ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഒരു ഫോട്ടോ ഉപയോഗിച്ച് 200-ലധികം പേരുകളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നതിൻ്റെ തെളിവുകളും രാഹുൽ നമ്മെ കാണിച്ചു തന്നു. തെളിച്ചമില്ലാത്ത ഫോട്ടോകൾ ഉപയോഗിച്ച് വ്യാപകമായി കള്ളവോട്ടുകൾ തിരുകി കയറ്റിയത് കാട്ടിത്തന്നു. അങ്ങനെ എത്രയെത്ര തട്ടിപ്പുകളുടെ ഘോഷയാത്രയാണ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ അരങ്ങേറിയത്. അതിനാൽ തന്നെ ഇത് ഒരു സെൻട്രലൈസ്ഡ് ഓപ്പറേഷനാണെന്നും ഒരു സാധാരണക്കാരനെ കൊണ്ട് ഇത് കഴിയില്ല എന്നും രാഹുൽ ഗാന്ധി കൃത്യമായി ചൂണ്ടിപ്പറഞ്ഞു. റായ് അസംബ്ലി മേഖലയിലെ മാലിക്പൂർ ഗ്രാമത്തിൽ നിന്നുള്ള 4 കുടുംബങ്ങളെ ആ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ, പക്ഷേ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ടില്ല. അവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഈ ഡിലീഷൻ പ്രധാനമായും കോൺഗ്രസിൻ്റെ പിന്തുണക്കാരെ മാത്രം ലക്ഷ്യമാക്കിയാണെന്ന് രാഹുൽ ഗാന്ധി വാദിക്കുന്നുണ്ട്. 3.5 ലക്ഷം വോട്ടർമാരെയാണ് ഇങ്ങനെ ഒറ്റയടിക്ക് മായ്ച്ചു കളഞ്ഞത്. ഹരിയാനയിൽ കോൺഗ്രസ് ജയിക്കുമെന്നായിരുന്നു സകല എക്സിറ്റ് പോളുകളുടെയും പ്രവചനം. രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം കോൺഗ്രസിന് അനുകൂലമായിരുന്നു. കർഷക സമരവും വനിതാ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവുമെല്ലാം കടുത്ത BJP വിരുദ്ധ വികാരം അവിടെ സൃഷ്ടിച്ചിരുന്നു. അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ച തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു അത്. ഹരിയാന മുഖ്യമന്ത്രി നായിബ് സിംഗ് സൈനിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ കാണിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് 2 ദിവസം മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളായിരുന്നു അത്. ഞങ്ങൾ എന്തായാലും ജയിക്കും, അതിനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്നായിരുന്നു സൈനി വെളിപ്പെടുത്തിയത്. അത് പറഞ്ഞ ശേഷം സൈനി അത്യാനന്ദത്തോടെ ചിരിക്കുന്നതും കാണാം. हमारे पास सारी व्यवस्थाएं हैं, आप चिंता मत करिए. ഹരിയാന മുഖ്യമന്ത്രി വോട്ടെണ്ണലിന് 2 ദിവസം മുൻപ് പറഞ്ഞ ആ വിജയിക്കാനുള്ള ക്രമീകരണം എന്താണെന്നാണ് രാഹുൽ ചോദിക്കുന്നത്. ഹരിയാനയുടെ ചരിത്രത്തിൽ ആദ്യമായി പോസ്റ്റൽ ബാലറ്റുകളും മെഷീൻ വോട്ടുകളും തമ്മിൽ വലിയ ട്രെൻഡ് മാറ്റമുണ്ടായി എന്നാണ് രാഹുൽ പറയുന്നത്. ഞാൻ ആദ്യം വിശ്വസിക്കാൻ തയ്യാറായില്ലെന്നും ടീമിനോട് പിന്നെയും ക്രോസ് ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടുവെന്നും പരിശോധിച്ച് ഉറപ്പിച്ച ശേഷമാണ് ഈ ദുരൂഹ യാഥാർത്ഥ്യം അവതരിപ്പിക്കുന്നതെന്നും രാഹുൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. BJPക്ക് അനുകൂലമായി 22,000 വോട്ടുകൾ മാറ്റിവെച്ചതിൻ്റെ തെളിവുകളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഉദാഹരണത്തിന് BJP നേതാക്കളുടെ ക്രോസ് സ്റ്റേറ്റ് വോട്ടിംഗ്. ഉത്തർപ്രദേശിലെ BJP സർപഞ്ച് പ്രഹ്ലാദ് ഹരിയാനയിൽ വോട്ട് ചെയ്തു. അങ്ങനെ 2 സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്ത പലരുടെയും ചിത്രങ്ങളും വിശദാംശങ്ങളും രാഹുൽ വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചു. ആ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ടം എന്ന് ഓർമ്മ വേണം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഡൽഹിയിൽ വോട്ട് ചെയ്ത പലരും ഇത്തവണ ആദ്യഘട്ടത്തിൽ ബീഹാറിലും വോട്ട് ചെയ്തു. BJPയുടെ ആളുകൾ. ഇത് എങ്ങനെയാണ് ആവർത്തിച്ച് സംഭവിക്കുന്നത്? 8 നിയമസഭാ മണ്ഡലങ്ങളിലെ BJP വിജയം 36 മുതൽ 4,000 വരെ വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ്. ഹരിയാനയിൽ ആകെ BJPയും കോൺഗ്രസും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 1,18,000 മാത്രമാണെന്ന് രാഹുൽ കണക്ക് നിരത്തി കാണിക്കുന്നു. അപ്പോഴാണ് 25 ലക്ഷം വോട്ടുകൾ കള്ളത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് രാഹുൽ പറയുന്നത്. 36 വോട്ടിന് മാത്രം ഒരു മണ്ഡലം തോറ്റിട്ടുണ്ട്. അവിടെയൊക്കെയാണ് 22 മുതൽ 200 വരെ കള്ളവോട്ടുകൾ നടന്നതായി രാഹുൽ ഗാന്ധി തെളിയിക്കുന്നത്. കർണാടകയിലെ കള്ളത്തരം പൊളിച്ചപ്പോൾ ദുർബലമായ വിശദീകരണവുമായി വന്ന കമ്മീഷനെ നമുക്ക് ഓർമ്മയുണ്ട്. പല വീട്ടു നമ്പറുകളും 0 ആണല്ലോ എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചപ്പോൾ അതെല്ലാം വീടില്ലാത്ത പാവങ്ങളുടെ വോട്ടാണ് എന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിൻ്റെ വിശദീകരണം. എന്നാൽ ആ ന്യായം ഒന്നാം തരം കള്ളമാണെന്ന് തെളിച്ചു കാട്ടി കഴിഞ്ഞ ദിവസം രാഹുൽ. ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ഹൗസ് നമ്പർ 0 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നവരിൽ പലരും നല്ല വീടുകൾ ഉള്ളവരായിരുന്നു. हाउस नंबर 0 और ये एक उदाहरण है, हमारे पास बहुत सारे उदाहरण हैं. വസ്തുതാ പരിശോധനയെ, വെരിഫിക്കേഷനെ സങ്കീർണമാക്കി കള്ളത്തരം കാണിക്കാനുള്ള പരിപാടിയാണ് ഇതെന്നാണ് രാഹുൽ പറയുന്നത്. ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്
ഈ തട്ടിപ്പ്? House number 150. 66 voters living in his house. 66 people do not live in his house. BJP man. BJP Vice Chairman Zilla Parishad Palwal. Forget him. Let's go to house number 265. One house, 500 voters. ഒരു വീട്ടിൽ നിന്ന് 501 പേരൊക്കെയാണ് ഹരിയാനയിൽ വോട്ട് ചെയ്തത്. പരസ്പരം അറിയാത്തവർ, ശരിയായതും അല്ലാത്തതുമായ പേരുള്ളവർ. നോക്കൂ, ഒരു വീട്ടിൽ 10-ൽ കൂടുതൽ രജിസ്റ്റേർഡ് വോട്ടർമാരുണ്ടെങ്കിൽ ഗ്രൗണ്ട് പരിശോധന നടത്തി വസ്തുത ബോധ്യപ്പെടണം എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചട്ടം. അങ്ങനെയിരിക്കെ ഇങ്ങനെ 100-ഉം 200-ഉം 500-ഉം പേരൊക്കെ ഒരു വീട്ടിൽ നിന്ന് എങ്ങനെ വോട്ടർമാരായി വന്നു എന്ന രാഹുലിൻ്റെ ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ BJPക്കോ മറുപടിയൊന്നുമില്ല. തൃശ്ശൂരിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നുവെന്ന് ഓർക്കണം. സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂരിലെ ഒരു ഫ്ലാറ്റിൽ 8 വോട്ടർമാർ. അവരൊക്കെ ആരാണെന്ന് പക്ഷേ ഫ്ലാറ്റ് ഉടമയ്ക്ക് അറിയില്ല. പല BJP RSS നേതാക്കൾക്കും 2 വോട്ട്, 2 എപ്പിക് നമ്പറുകൾ. എല്ലായിടത്തും ഒരേ മോഡൽ ഓഫ് ഓപ്പറേഷനാണ് എന്ന് സംശയിക്കാവുന്ന സാഹചര്യം. അന്നും ഇന്നും നമ്മുടെ കമ്മീഷന് ഇതേക്കുറിച്ച് മിണ്ടാട്ടമൊന്നുമില്ല. ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഹുൽ ഗാന്ധി മോദിയുടെയും അമിത്ഷായുടെയും പങ്കാളി എന്നാണ് വിളിച്ചത്. അവർ ഒരിക്കലും സത്യം പറയുന്നില്ല, ഇന്ത്യൻ ജനാധിപത്യത്തെ അവർ സംരക്ഷിക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഹരിയാനയിലും കർണാടകയിലുമൊക്കെ നടത്തിയ ഭയാനകമായ തട്ടിപ്പിന് ശേഷം SIR എന്ന പുതിയ ആയുധം ഉപയോഗിച്ച് തമിഴ്നാട്, കേരളം, പശ്ചിമ ബംഗാൾ പോലുള്ള പ്രതിപക്ഷ ഭരണ സംസ്ഥാനങ്ങളിൽ വോട്ടർ ലിസ്റ്റ് അട്ടിമറിക്കാനാണ് ശ്രമമെന്ന് രാഹുൽ ഗാന്ധി ആധികാരികമായ സംശയം ഉയർത്തുന്നു. ഈ സംവിധാനങ്ങളെല്ലാം ചേർന്ന് ഇന്ത്യയിലെ യുവാക്കളുടെ ഭാവി നശിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ രാഹുൽ, ജനാധിപത്യം നമ്മുടേതാണ്, നിങ്ങളുടേതാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയോ മോദിയുടെയോ അല്ല എന്ന് ഉറക്കെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ദേശത്തിൻ്റെ ഭാവി വോട്ട് പെട്ടിയിലല്ല, വിശ്വാസത്തിലാണ്. അത് കൈവിട്ടാൽ ജനാധിപത്യം ഒരു ശവകുടീരമായി മാറും. ഈ വാക്കുകൾ രാഹുൽ ഗാന്ധിയുടെ ഫയൽ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ശരിക്കും ഞെട്ടിക്കുന്നുണ്ട്. 2024 ഹരിയാന തെരഞ്ഞെടുപ്പിൽ 25 ലക്ഷം ഫേക്ക് വോട്ടുകൾ, പോസ്റ്റൽ ബാലറ്റ് മാജിക്, വോട്ടർ ലിസ്റ്റിലെ ഡിലീഷൻ, ഇവയെല്ലാം വെറും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. അവ ഒരു സിസ്റ്റമാറ്റിക് ഓപ്പറേഷൻ്റെ ഭാഗമാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ദേശമാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ക്രമക്കേടുകളും അതിൻ്റെ പരിണിതഫലമായ വിശ്വാസരാഹിത്യവും വഴി സ്വന്തം അടിത്തറയെ തന്നെ കുഴിക്കുകയാണ് ഇപ്പോൾ നാം ചെയ്യുന്നത്. ഈ ക്രമക്കേടുകൾ, വോട്ടർ റോൾ പാഡിംഗ്, ബൂത്ത് ക്യാപ്ചറിംഗ്, EVM മാനിപ്പുലേഷൻ തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഗുണനിലവാരം കുറയ്ക്കുക മാത്രമല്ല, സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ അധപ്പതനത്തിലേക്കാണ് വഴി തുറക്കുക. ഇന്ത്യയുടെ ഭാവിയെ ഡെമോക്രാറ്റിക് ബാക്ക് സ്ലൈഡിങ്ങിലേക്ക് തള്ളിവിടുകയാണ് ഇത് ചെയ്യുക. തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ഏറ്റവും വലിയ നാശം വരുത്തുന്നത് വോട്ടറുടെ വിശ്വാസത്തിലാണ്. ഹരിയാനയിലെ ഈ കള്ള വോട്ടർമാരുടെ കണക്ക്, ഈ ഡിലീഷൻ പ്രോസസ്സ്, വീട്ട് നമ്പർ 0, ഇവയെല്ലാം സത്യത്തിൽ വോട്ടറുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ തകർക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ട് ഫോർ ഡെമോക്രസി എന്ന ഏജൻസിയുടെ പഠനം സൂചിപ്പിക്കുന്നത് 79 സീറ്റുകളിലെങ്കിലും ഈ ബോഗസ് വോട്ടുകൾ വഴി നേടിയിട്ടുണ്ട് എന്നാണ്. ഇത് ചില്ലറ കാര്യമല്ല. 2025 സർവേകൾ പ്രകാരം 40% യുവാക്കൾ തെരഞ്ഞെടുപ്പുകളിൽ ക്രമക്കേട് നടക്കുന്നു എന്ന് കരുതുന്നവരാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ദ ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിച്ച CSDS സർവേ റിപ്പോർട്ടിൽ 40% ആളുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിഷ്പക്ഷതയെ സംശയിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജോൺ ലോക്കിൻ്റെ സോഷ്യൽ കോൺട്രാക്ട് തിയറി പ്രകാരം ജനാധിപത്യം ഒരു കരാറാണ്. അത് ഏകപക്ഷീയമായി ലംഘിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. അത് പൊതുവായ നിസ്സഹകരണത്തിൻ്റെ വഴികളിലേക്ക് നയിക്കും. ഫലം വോട്ടർ ടേൺ ഔട്ട് കുറയുകയായിരിക്കും. ജനാധിപത്യം അതിദുർബലാവസ്ഥയിലേക്ക് നീങ്ങും. ക്രമക്കേടുകളിൽ ഒരു തുടർച്ചയായി മാറുന്നുവെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പരിണിത ഫലം? അത് തെറ്റായ വ്യക്തികളെയും സർക്കാരുകളെയും അധികാരത്തിൽ നിരന്തരമായി കൊണ്ടുവരും. ജനങ്ങളുടെ പരമാധികാരത്തിന് മേലെ അത് ഏകാധിപത്യത്തിൻ്റെയും മർദ്ദക രൂപമുള്ള ഭരണകൂടത്തിൻ്റെയും വാഴ്ചയ്ക്ക് കാരണമാകും. തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ സാമ്പത്തിക വളർച്ചയെ നശിപ്പിക്കും. അത് സാമൂഹികമായ വിഭജനങ്ങൾ വർദ്ധിപ്പിക്കും. വോട്ടർ പട്ടിക ക്രമക്കേട് പ്രധാനമായും മൈനോറിറ്റി വോട്ടർമാരെ ലക്ഷ്യമിടുന്നുവെന്ന് പല പഠനങ്ങളും പറയുന്നു. പലപ്പോഴും സ്ത്രീകളോ ചില പ്രത്യേക ദേശക്കാരോ ജാതി മത വിഭാഗങ്ങളോ വോട്ടർ ഡിലീഷനിൽ ലക്ഷ്യം വയ്ക്കപ്പെടുന്നുവെന്നത് സമീപകാല യാഥാർത്ഥ്യവുമാണ്. വോട്ടർ പട്ടികയിലും തെരഞ്ഞെടുപ്പിലും നടക്കുന്ന ഈ ക്രമക്കേടുകൾ വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നമ്മുടെ ഖ്യാതിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ചരിത്രത്തിൽ ആദ്യമായി പ്രതിപക്ഷം ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വലിയ സംശയം ഉന്നയിച്ച് തുടർച്ചയായി രംഗത്ത് വരുന്നത് ചെറിയ കാര്യമാണോ? അൽ ജസീറയുടെ 2024 ഒരു റിപ്പോർട്ട് പ്രകാരം
EVM ഹാക്കിംഗ് ആരോപണങ്ങൾ ഇന്ത്യയിൽ ഡെമോക്രാറ്റിക് ബാക്ക്സ്ലൈഡിങ്ങിൻ്റെ സിഗ്നലായി വിലയിരുത്തപ്പെടുന്നു എന്ന് പറയുന്നു. ഇവിടെയാണ് അന്താരാഷ്ട്ര നിക്ഷേപങ്ങളെപ്പോലും അത് ബാധിക്കുകയും സാമ്പത്തികമായി രാജ്യത്തെ അത് ഉലയ്ക്കുകയും ചെയ്യും എന്ന് നിരീക്ഷിക്കുന്നത്. ഹരിയാനയെക്കുറിച്ചുള്ള ഈ വെളിപ്പെടുത്തലുകൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കർണാടകയിലെ 1 ലക്ഷം വോട്ടുകൊള്ള എന്ന ആരോപണത്തിൻ്റെ തുടർച്ചയാണ്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പുകൾ ഫ്രീ ആൻഡ് ഫെയർ അല്ല എന്ന അവിശ്വാസത്തിൻ്റെ വലുതാകലാണ് നാം കാണുന്നത്. രാഹുൽ പുറത്തുവിടുന്ന ഈ ഫയലുകൾ ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല, ദേശീയ ജനാധിപത്യത്തിൻ്റെ തന്നെ മരണമണി എന്ന് വിളിച്ചാലും തെറ്റില്ല. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ ഏതെല്ലാം വിധത്തിലുള്ള ദുരൂഹമായ അട്ടിമറികൾ നടക്കുന്നു എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഹരിയാന ഫയൽസ്. വോട്ടിംഗ് മെഷീനുകളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് വോട്ടർ പട്ടികയിലെ ഈ ക്രമക്കേടുകളുടെ നീണ്ട കഥ. ഇതിനു പുറമെ നടുക്കുന്ന നിരവധി വെളിപ്പെടുത്തലുകളും അദ്ദേഹം രാജ്യത്തിന് മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. അജ്ഞാത പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ഫണ്ടുകൾ വാങ്ങിയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മറുപടി ആവശ്യപ്പെട്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി. അതെന്താണ് സംഗതി എന്നറിയാമോ? കഴിഞ്ഞ 5 വർഷത്തിനിടെ ഗുജറാത്തിൽ അജ്ഞാതമായ രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തിയത് കോടിക്കണക്കിന് രൂപയാണ്. ലോക്ഷാഹി സത്ത പാർട്ടി, ഭാരതീയ നാഷണൽ ജനതാദൾ, സ്വതന്ത്ര അഭിവ്യക്തി പാർട്ടി, ന്യൂ ഇന്ത്യ യുണൈറ്റഡ് പാർട്ടി, സത്യവാദി രക്ഷക് പാർട്ടി, ഭാരതീയ ജനപരിഷത്ത്, സൗരാഷ്ട്ര ജനതാപക്ഷ്, ജൻമൻ പാർട്ടി, മാനവാധികാർ നാഷണൽ പാർട്ടി, ഗരീബ് കല്യാൺ പാർട്ടി, ഇവയൊക്കെയാണ് രാഹുൽ ഗാന്ധി എടുത്തു കാണിക്കുന്ന പാർട്ടികളുടെ പേരുകൾ. ഇതൊക്കെ ഏത് പാർട്ടിയാണ്? ഇവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് ആരാണ് ഈ കോടാനുകോടികൾ അയക്കുന്നത്? അതൊക്കെ ആ പാർട്ടികൾ എന്തു ചെയ്തു? കിട്ടിയ കാശിൻ്റെ 10% പോലും ചെലവാക്കിയതായി രേഖയില്ല എന്ന് പറയുന്നു രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തുമോ? അതോ ഇവിടെയും സത്യവാങ്മൂലമൊക്കെ ആവശ്യപ്പെട്ട് പതുങ്ങിയിരിക്കുമോ? ഒന്നിനും ഒരിടത്തും ശരിയായ മറുപടി പറയാൻ തയ്യാറാക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉരുണ്ടുകളിയിൽ എല്ലാം ഒളിഞ്ഞിരിക്കുന്നു. ആ കമ്മീഷന് പരാതി കൊടുത്തിട്ട് എന്തു കാര്യമെന്നാണ് രാഹുലും ചിന്തിക്കുന്നുണ്ടാവുക. ജൻസികളോട്, യുവാക്കളോട് ശരിയായ തിരുത്തൽ ശക്തിയായി മാറേണ്ടത് നിങ്ങളാണെന്ന് പറയുന്നു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. അതിനായി അഹിംസയുടെയും സത്യത്തിൻ്റെയും വഴികളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അദ്ദേഹം സവിശേഷമായി ഓർമ്മിപ്പിക്കുന്നു. തൻ്റെ സംശയങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു കഷ്ണം കടലാസിൽ എഴുതി അറിയിച്ച് അടങ്ങിയിരിക്കുകയല്ല രാഹുൽ ഗാന്ധി ചെയ്തത്. അത്യധ്വാനം ചെയ്ത് കണ്ടെത്തിയ തെളിവുകളുമായി ഏതെങ്കിലും കോടതികളിലേക്കോ കമ്മീഷനിലേക്കോ ഓടിച്ചെല്ലാനും അയാൾ മുതിരുന്നില്ല. അതിനെല്ലാം അപ്പുറമാണ് ഇക്കാര്യങ്ങൾ തെളിച്ചത്തോടും ഉറപ്പോടും കൂടി ജനങ്ങളോട് പറയുക എന്ന് അദ്ദേഹം കരുതുന്നു. കാരണം ആത്യന്തിക പരിഹാരമുണ്ടാക്കേണ്ടത് ജനങ്ങളാണെന്ന് രാഹുൽ കരുതുന്നു. എന്തെന്നാൽ ഈ രാജ്യം ഉണ്ടാക്കിയതും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഏതെങ്കിലും കോടതികളോ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളോ അല്ല, അത് ജനങ്ങളാണ്. അവരുടേതാണ് ഈ രാജ്യം. അവരാണ് ഇതിൻ്റെ പരമാധികാരികൾ. അത് രാഹുലിനൊപ്പം നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഈ രാജ്യം ക്രമക്കേടിലൂടെ സ്വന്തമാക്കി ഭരിക്കാൻ നാം ആരെയും അനുവദിച്ചുകൂടാ. കാരണം ഇത് നമ്മുടെ രാജ്യമാണ്. നമുക്കിനിയും ഈ നാടിനെ ആവശ്യമുണ്ട്. നമ്മുടെ വരും തലമുറകൾക്കും. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.